കാലിക്കറ്റ് സർവകലാശാല 2024-25 അക്കാദമിക വർഷത്തിൽ നടപ്പിലാക്കുന്ന 4 വർഷ ബിരുദ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ചെറിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷബീർ മോൻ, അക്കാദമിക് കോർഡിനേറ്റർ, കൊരമ്പേൽ അഹമ്മദ് ഹാജി മെമ്മോറിയൽ യൂണിറ്റി വിമൻസ് കോളേജ്, മഞ്ചേരി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിലവിലുള്ള അധ്യാപന രീതിയിലും പഠന രീതിയിലും മൂല്യനിർണയ രീതിയിലും മാറ്റം വേണമെന്ന ചർച്ചയാണ് നമ്മുടെ സംസ്ഥാനത്ത് 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ആരംഭത്തിലേക്ക് നയിച്ചത്. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അടിമുടി മാറ്റം ലക്ഷ്യമിട്ടുള്ള 4 വർഷ ബിരുദ പ്രോഗ്രാം സംസ്ഥാനത്തെ ഒരു നോളജ് സൊസൈറ്റിയായി രൂപപ്പെടുത്താനുള്ളതാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള ബിരുദ പ്രോഗ്രാമിനോട് കിടപിടിക്കുന്ന 4 വർഷ ബിരുദ പ്രോഗ്രാം വിദ്യാർത്ഥികളുടെ അഭിരുചിയെയും ഗവേഷണ താല്പര്യത്തെയും നൈപുണികതയെയും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാണ്. കേരളത്തിലുടനീളം ഒരൊറ്റ അക്കാദമിക് കലണ്ടറിൽ പ്രവർത്തിക്കുന്ന ഈ സംവിധാനം വിദ്യാർത്ഥികളുടെ തുടർ പഠനത്തിന് ഏറെ സഹായകരവും അവരെ അറിവിൻ്റെ ഉൽപാദകരായി മാറ്റുക എന്നുള്ള ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ളതും കൂടിയാണ്. 3 തരത്തിലുള്ള ഡിഗ്രി സംവിധാനമാണ് 4 വർഷ ബിരുദ പ്രോഗ്രാമിൽ ഉള്ളത്. 3 വർഷം കൊണ്ട് 133 ക്രെഡിറ്റ് നേടി പ്രോഗ്രാം പൂർത്തിയാക്കുന്നവർക്ക് ബിരുദവും 4 വർഷം കൊണ്ട് 177 ക്രെഡിറ്റ് നേടുന്നവർക്ക് UG ഹോണേഴ്സ് ബിരുദവും 4 വർഷം കൊണ്ട് തന്നെ നിർബന്ധിതമായ പ്രോജക്റ്റ് പൂർത്തിയാക്കുകയും 177 ക്രെഡിറ്റ് നേടുകയും ചെയ്യുന്നവർക്ക് UG ഹോണേഴ്സ് വിത്ത് റിസർച്ച് എന്ന ബിരുദവും നേടാവുന്നതാണ്. 3 വർഷത്തെ ബിരുദം പൂർത്തിയാക്കുന്നവർ സാധാരണ 2 വർഷം കൊണ്ടാണ് PG പഠനം അവസാനിപ്പിക്കുന്നതെങ്കിൽ 4 വർഷ ബിരുദ പ്രോഗ്രാമിൽ 4 വർഷത്തെ ബിരുദം പൂർത്തീകരിക്കുന്നവർക്ക് 1 വർഷം കൊണ്ട് PG പഠനം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നുള്ളത് ഈ സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മാത്രവുമല്ല, 4 വർഷത്തെ UG ഹോണേഴ്സ് വിത്ത് റിസർച്ച് ബിരുദം നേടുന്നവർ 75% കൂടിയാണ് ആ ഡിഗ്രി നേടുന്നുവെങ്കിൽ അവർക്ക് നേരിട്ട് PhDക്ക് ചേരാൻ എന്നുള്ളത് തന്നെ ഈ സംവിധാനത്തെ മാറ്റി നിർത്തുന്ന മറ്റൊരു പ്രത്യേകതയാണ്. 4 വർഷ ബിരുദ പ്രോഗ്രാമിൽ പല തരത്തിലുള്ള കോഴ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ്, മേജർ കോഴ്സ്, മൈനർ കോഴ്സ് എന്നിവയാണ്. എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായി പഠിക്കേണ്ട വിഷയങ്ങളാണ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ്. അവയെ പ്രധാനമായും 4 വിഭാഗങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാം. വിദ്യാർത്ഥികളുടെ ഭാഷയ്ക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള 4 AEC കോഴ്സുകൾ, അതുപോലെ തന്നെ കേരള നോളജ് സിസ്റ്റം പോലുള്ള വിഷയങ്ങൾ അടങ്ങിയ 3 മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ, കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി, ക്രിറ്റിക്കൽ തിങ്കിങ്, പേഴ്സണാലിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നിവ പരിപോഷിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള 3 സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സുകൾ, അതുപോലെ വിദ്യാർത്ഥികളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, സെൽഫ് അവെയർനെസ് എന്നിവ പരിപോഷിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ള 3 VAC കോഴ്സുകൾ എന്നിവയാണ് ഈ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിൽ അടങ്ങിയ കോഴ്സുകൾ ഉള്ളത്. ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾ കൂടാതെ മേജർ കോഴ്സുകൾ, മൈനർ കോഴ്സുകൾ, എലക്റ്റീവ് കോഴ്സുകൾ, 2 ക്രെഡിറ്റിൻ്റെ ഇൻറ്റേൺഷിപ്പ് എന്നിവയും പ്രോജക്റ്റും ഈ 4 വർഷത്തെ ബിരുദ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് കോഴ്സുകളാണ്. FIUGPയിൽ ക്രെഡിറ്റ് സംവിധാനം വളരെ പ്രധാനപ്പെട്ടതാണ്. 1 ക്രെഡിറ്റ് എന്നുള്ളത് 15 ക്ലാസ് റൂം എൻഗേജ്മെൻറ്റിന് തുല്യമാണ്. 3 വർഷത്തെ ബിരുദം നേടാൻ ഒരു വിദ്യാർത്ഥി 133 ക്രെഡിറ്റ് നേടണം. അതിൽ 42 എണ്ണം 1-ാം വർഷവും, 43 ക്രെഡിറ്റ് 2-ാം വർഷവും, 48 ക്രെഡിറ്റ് 3-ാം വർഷവും നേടാവുന്നതാണ്. മേജർ കോഴ്സുകൾക്കും മൈനർ കോഴ്സുകൾക്കും 4 ക്രെഡിറ്റ് ആണെങ്കിൽ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾക്ക് 3 ക്രെഡിറ്റ് ആണ്. ആകെയുള്ള 133 ക്രെഡിറ്റിൽ ഒരു വിദ്യാർത്ഥി 17 മേജർ കോഴ്സിൽ നിന്ന് 60 ക്രെഡിറ്റും 6 മൈനർ കോഴ്സുകളിൽ നിന്ന് 24 ക്രെഡിറ്റും 13 ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകളിൽ നിന്ന് 39 ക്രെഡിറ്റും ഇന്റേൺഷിപ്പിൽ നിന്ന് 2 ക്രെഡിറ്റും നേടാവുന്നതാണ്. മൂല്യനിർണയ രീതിയിലും വലിയ മാറ്റങ്ങൾ 4 വർഷ ബിരുദ പ്രോഗ്രാമിൽ നമുക്ക് കാണാൻ സാധിക്കും. 4 ക്രെഡിറ്റ് ഉള്ള കോഴ്സുകൾ 70 മാർക്കിൻ്റെ എക്സ്റ്റേണൽ ഇവാലുവേഷനും 30 മാർക്കിൻ്റെ ഇൻറ്റേർണൽ ഇവാലുവേഷനും കൂടിയതാണ്. ഇൻറ്റേർണൽ ഇവാലുവേഷൻ്റെ ഭാഗമായിട്ട് അസൈൻമെൻറ്റ്, സെമിനാർ, ടെസ്റ്റ് പേപ്പേഴ്സ്, വൈവ തുടങ്ങിയ മൂല്യനിർണയ രീതികളുണ്ട്.
75% അറ്റൻഡൻസ് ഉള്ള കുട്ടികൾക്ക് മാത്രമേ പരീക്ഷ എഴുതാൻ സാധിക്കൂ എന്നുള്ള കാര്യം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. കോളേജിലെ NSS, NCC, യൂണിയൻ പ്രവർത്തനങ്ങൾ എന്നിവയിലെല്ലാം പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അർഹിക്കുന്ന പരിഗണന 4 വർഷത്തെ ബിരുദ പ്രോഗ്രാമിലുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവതരിപ്പിച്ച ഈ രൂപത്തിലുള്ള 4 വർഷ ബിരുദ സംവിധാനം വിദ്യാർത്ഥികളുടെ സമൂലമായ വളർച്ച ലക്ഷ്യമിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ബിരുദം പൂർത്തീകരിക്കുന്നവർക്ക് സ്ഥാപനത്തിനും സമൂഹത്തിനും രാജ്യത്തിനും കൂടുതൽ സംഭാവനകൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഈ പ്രോഗ്രാം വളരെ നല്ല രൂപത്തിൽ പൂർത്തീകരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചു കൂടിക്കൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.